25-ലധികം വെൻഡേഴ്സുമായിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു എക്സിബിഷൻ വന്നിരിക്കുന്നത്. നമ്മൾക്ക് പല മേഖലകളിൽ നിന്നുള്ളവരുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരുണ്ട്. നമ്മുടെ എക്സിബിഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ അണ്ടർ വൺ റൂഫ്, അതായത് ഡ്രസ്സ് ഉണ്ട്, ഫുഡ് ഉണ്ട്, ബെഡ്ഷീറ്റ്സ് ഉണ്ട്, അങ്ങനെ ഒരു വീടിന് വേണ്ട എല്ലാ സാധനങ്ങളും ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് അത് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ എക്സിബിഷൻസിൻ്റെ തന്നെ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് വളരെ ദൂരത്തു നിന്ന് തന്നെ യാത്ര ചെയ്ത് വന്ന നമ്മുടെ വെൻഡേഴ്സ് ഉണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് വന്നവരുണ്ട്, ബത്തേരിയിൽ നിന്ന് വന്നവരുണ്ട്, നമ്മുടെ മറ്റ് ഇവൻറ്റുകളിലും ലക്നൗവിൽ നിന്ന് വരെ വരുന്ന നമുക്ക് വെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം നമ്മളിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഇത്രയും നാൾ നമ്മളോടൊപ്പം കൂടെ നിന്നത് തന്നെ. ഹലോ എവരിബഡി, ഞാൻ ഓറിയൻ ബൊട്ടിക്കിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട്, കലൂർ സ്റ്റേഡിയത്തിൻ്റെ അകത്തായിട്ടാണ് വരുന്നത്. ദെൻ നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 15 ഇയേഴ്സോളമായി. നമുക്ക് ആദ്യം ഷോപ്പൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 2 ഇയേഴ്സ് ആയിട്ടാണ് ഷോപ്പായിട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ എൻ്റെ മദറായിട്ടാണ് എക്സിബിഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ കൂടെ ഉണ്ട്, അങ്ങനെയാണ് സപ്പോർട്ട് ചെയ്ത് കൂടെ വരുന്നത്. ദെൻ ഞാനും ഷോപ്പിലോട്ട് കയറുകയായിരുന്നു, ജോബൊക്കെ ആയിരുന്നു. അതിന് പിന്നീടാണ് ബിസിനസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷോപ്പിൻ്റെ പേര് ഓറിയൻ ബൊട്ടിക് എന്നാണ്. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ദെൻ വാട്സാപ്പ് ത്രൂ ആണ് ഓൺലൈൻ സെയിൽസ് ഉള്ളത്. പ്രോഡക്ട്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് സിംഗിൾ ടോപ്സ് തൊട്ട് ദെൻ കുർത്തി സെറ്റുകളുണ്ട്, ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നുണ്ട്, സാരീസ് ഉണ്ട്, ദെൻ സൽവാർ മെറ്റീരിയൽസ് ആണ് വരുന്നത്. നോർമൽ റെഗുലർ യൂസ് തൊട്ടുള്ളതും ദെൻ അപ് ടു എന്താ പറയുക പാർട്ടി വെയർസ് വരെ ഉള്ള മോഡൽസ് ഉണ്ട്. ഷോപ്പിൽ വരുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 600 or 500 ടു അപ് ടു 5000 റേഞ്ചിലാണ് പ്രോഡക്റ്റ് റേഞ്ച് വരുന്നത്. ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം ഒരു സെമി പാർട്ടി വെയർസ് ഒക്കെയാണ് ഇപ്പോൾ എക്സിബിഷൻസിലാണ് ഇപ്പോൾ ഇങ്ങനത്തെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാത്ത കൂടുതൽ റേഞ്ചുള്ള പ്രോഡക്ട്സ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ ഇങ്ങനത്തെ കുർത്തി സെറ്റുകൾ വരുന്നുണ്ട്, കോട്ട് സെറ്റുകൾ വരുന്നുണ്ട്. കോട്ട് സെറ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് വരുന്നുണ്ട്. ദെൻ പാർട്ടി വെയർ സിംഗിൾ ടോപ്സ് വരുന്നുണ്ട്. സാരീസും കാഷ്വൽസ് ടു പാർട്ടി വെയർസ് അവൈലബിൾ ആണ്. ഇത് ഞങ്ങൾ കോതമംഗലം ബേസ് ചെയ്ത് ഉണ്ടാക്കുന്നൊരു പ്രോഡക്റ്റാണ്. ലൂജ് എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. ഞങ്ങളിത് തുടങ്ങിയിട്ടിപ്പം ഒരു 2.5 കൊല്ലത്തോളം ആകുന്നു. ജെനുവിൻ ലെതറിൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ലെതർ അല്ലാതെ വേറൊരു മെറ്റീരിയൽ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മൾ സോളെന്ന് പറഞ്ഞാൽ പോളിയുറത്തീൻ, അത്യാവശ്യം നല്ല സുഖകരമായും ലാസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു മെറ്റീരിയലാണ് പോളിയുറത്തീൻ. പിന്നെ നമ്മൾ ലെതർ തന്നെയാണോ ഉപയോഗിക്കുന്നത്? ഇത് 100% ജെനുവിൻ ലെതറാണ്. അതല്ലാതെ വേറൊരു മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല അതിനകത്ത്. നമ്മൾ ഈ പോർഷൻ നോക്കുവാണെങ്കിൽ 2 ലെയർ ഒട്ടിച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ കുറച്ച് കാലത്തെ ഉപയോഗം കൊണ്ട് ചിലപ്പം ഇത് വിട്ട് അല്ലെങ്കിൽ അകന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എല്ലാ എഡ്ജിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇത് അപ്പർ എന്ന് പറയുന്നൊരു ഭാഗം, ഇത് സോള്. സാധാരണ അപ്പറും സോളും തമ്മിൽ പിടിപ്പിക്കുന്നത് പശ വെച്ച് ഒട്ടിച്ചാണ് സാധാരണ എല്ലാ കമ്പനിക്കാരും ചെയ്യുന്നത്. അപ്പം നമ്മൾ വ്യത്യസ്തമായിട്ട് ഈ അപ്പറും ഈ സോളും തമ്മിൽ ഇത് കൈ കൊണ്ട് തയ്ക്കുന്ന സ്റ്റിച്ചാണ്. ഇത് എല്ലാ എഡ്ജസ് മുഴുവനായിട്ട് കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് തയ്ച്ച് പിടിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പം ഒരിക്കലും വിട്ടുപോകും എന്നുള്ളൊരു പേടി വേണ്ട. മഴ നനഞ്ഞാലും വെയിൽ കൊണ്ടാലും ഒന്നും സംഭവിക്കില്ല എന്ന് പൂർണ്ണമായിട്ടും ഗ്യാരണ്ടി തരാം. ഹലോ, ഞാൻ മേരിയൻ. പ്രോഡക്റ്റ് നോട്ട്സ് ബൈ ആനാണ്. മാക്രമിയുടെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ആണ്. ഇവിടെ തന്നെ കാക്കനാടിൻ്റെ സ്ഥലമാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ്. ഞാൻ തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 months ആയിട്ടേ ഉള്ളൂ. ഇതെല്ലാം നാച്ചുറൽ കോട്ടൺ ഫൈബർ ത്രെഡ്സ് ആണ് ഉണ്ടാക്കിയത്. ഡയറക്റ്റ്ലി പ്രൊക്യൂർ ഫ്രം ദ മാനുഫാക്ചറർ ആണ് എല്ലാ ഐറ്റംസും. ഇത് ടേബിൾ റണ്ണറാണ്. ഇത് 1 meter ടേബിൾ റണ്ണർ. ഇത് 1.5 meter
1.5 meter ടേബിൾ റണ്ണാണ്. ഇതെല്ലാം കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റാണ്. ആൾക്കാരിന് ഇത് അനുസരിച്ച് അവരുടെ സൈസും കളറും ഇത് അനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കി തരുന്നത്. ഇത് സെൻറ്റർ ടേബിൾ മാറ്റ്സ്. ഇതെല്ലാം എല്ലാം സൈസിലും ഡിഫറെൻറ്റ് കളേഴ്സിലും അവൈലബിൾ ആണ്. ഏത് സൈസ് വേണം അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി തരാം. ഇത് ഡിഫറെൻറ്റ് കീ ചെയിൻസ്, ഇത് ഹെയർ ബാൻഡ്സ്, ഇത് മൊബൈൽ. ഇപ്പോൾ നമുക്ക് മൊബൈൽ എവിടെയെങ്കിലും വെറുതെ കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ മിസ്സാകും. അപ്പോൾ നമുക്ക് റിസ്ലെറ്റായിട്ട് കയ്യിൽ ഹാങ് ചെയ്തിട്ട് നമുക്കിത് ഹോൾഡ് ചെയ്യാം. ഇത് കോസ്റ്റേഴ്സാണ്. ഇപ്പോൾ ടീ കോസ്റ്റേഴ്സ്, ഡൈനിങ് ടേബിളിൽ ടീ ഒക്കെ കോഫി ഒക്കെ എടുക്കുമ്പോൾ നമുക്കത് കോസ്റ്ററായിട്ട് നമുക്കത് യൂസ് ചെയ്യാം ഡൈനിങ് ടേബിളിൽ. ഓക്കെ, ഇതിൻ്റെ സെറ്റായിട്ടും തരാം. ഇതും കോസ്റ്റേഴ്സ് പ്ലസ് അതിന് പ്ലേസ് മാറ്റ്സ് ഏത് ഡിസൈൻ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റായിട്ടും ഉണ്ടാക്കി തരാം. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാഗ്സ് ആണ്. ഇത് ചെറിയ മൊബൈൽ ഹാങ്ങിങ് വിത്ത് അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പാണ്. ചെറുതും വലുതും ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് സൈസും ഏത് കളറിൽ വേണമെങ്കിൽ നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇത് കുഷൻ കവേഴ്സ്. ഇത് ഹാഫ് സൈസ് കുഷൻ കവേഴ്സ്. പിന്നെ ഇത് ഫുൾ സൈസ് കുഷൻ കവേഴ്സ്. ഇത് ടോട്ട് ബാഗ്സ്. ഇത് നമുക്കിത് ഹൈ ക്വാളിറ്റി ബാഗാണ്. നമ്മളിത് ഡയറക്റ്റ്ലി മാനുഫാക്ചറിൻ്റെ അടുത്ത് നിന്ന് പ്രൊക്യൂർ ചെയ്തിട്ട് വാട്ടർ പ്രൂഫ് ബാഗ്സ് ആണ്. ഇന്നർ ലൈനിങ് വെച്ചിട്ട് അപ്പോൾ അതിൽ നമ്മൾ ഈ ഐറ്റം പാച്ച് പോലത്തെ ഉണ്ടാക്കി നമ്മളിത് ചെയ്യുന്നതാണ് ടോട്ട് ബാഗ്സ്. പിന്നെ ഇത് മിറേഴ്സ് ഓൾ സൈസസ്, മൾട്ടി കളേഴ്സ് മിറേഴ്സ്. ഇത് സൺഫ്ലവർ തീം വേസ്റ്റ് മിറേഴ്സ് ആണ്. ഇത് പ്ലാന്റ് ഹാങ്കേഴ്സ് പല ടൈപ്പിൽ നമുക്കിത് കിട്ടും. ഇത് നോർമൽ ഒരു കോമൺ ടൈപ്പ് പ്ലാന്റ് ഹാങ്കേഴ്സ് ആണ്. പിന്നെ നമുക്കിതിനകത്ത് ഡിസൈനർ ഹാങ്കേഴ്സും ഉണ്ട്. ഇത് നമുക്ക് ചുമറിൽ ഹാങ് ചെയ്യാം. ഇത് നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വാൾ അറ്റാച്ച് ചെയ്തിട്ട് വാൾ ബേസ്ഡ് ഹാങ്കിങ് ആണിത്. ഇത് ഷാൻഡലിയേഴ്സ്. നമുക്ക് ഏത് സൈസും പല ഡിസൈൻസിൽ നമുക്ക് ചെയ്യാം. ഇത് ജസ്റ്റ് ഇത് നമ്മൾ വാൾ ഹാങ്കിങ് ആണ്. ഇതിന് മണ്ഡല ഡിസൈൻ എന്ന് പറയും. നമുക്കിത് കളർ മിക്സപ്പ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാം. ഇത് സിംഗിൾ കളറാണ്. ഇത് കോമൺ കളർ. ഇത് ഡിഫറെൻറ്റ് സൈസ് ഷാൻഡലിയേഴ്സ്. ഇത് ടവൽ ഹോൾഡേഴ്സ് ചെയ്യാം. ടവൽ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ടിഷ്യൂ ഹോൾഡ് ചെയ്യാം. ഇത് വാൾ ഹാങ്കിങ്. പിന്നെ അത് നമുക്ക് ബുക്സോ എന്തെങ്കിലും പ്ലാന്റ്സോ എന്തെങ്കിലും നമുക്കിത് വെക്കാൻ പറ്റും. വാളിൽ ഹാങ് ചെയ്യുന്നതാണ് ഇത്. നമുക്ക് എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ഇത് ഇഷ്ടമുള്ള കളേഴ്സാണ്. ഏത് കളേഴ്സ് വേണം നമുക്ക് ആ കളേഴ്സിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി തരാം. അല്ലെങ്കിൽ നമുക്ക് അവർക്ക് ഇതിനകത്ത് ഷെയ്ഡ്സ് ഇല്ലെങ്കിലും അവർക്ക് ഏത് ഷെയ്ഡ്സ് അവൈലബിൾ ആണോ അത് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചെയ്തു തരാം. ഇത് നമുക്ക് പ്ലാന്റ് ഹാങ്കേഴ്സ് ആണ്. ഇത് വലിയ സൈസിന്. ഇത് നോർമൽ നമുക്ക് എവിടെയെങ്കിലും സെൻറ്ററിൽ നമുക്ക് ബാൽക്കണിയിൽ തൂക്കണമെങ്കിൽ നമുക്കിത് എവിടെയെങ്കിലും ഇത് തൂക്കാൻ പറ്റും. ഇത് ലോങ് സൈസ് വലിയ സൈസ് ഹാങ്കറാണ്. ഇതിൽ തന്നെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, സ്മോൾ പ്ലാന്റ് ഹാങ്കർ ഒക്കെ ഹാങ് ചെയ്യാം. ചെറിയ നമുക്ക് എയർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഇതിനകത്ത് ഹാങ് ചെയ്യാം. ഏതൊരു സ്ത്രീയുടെയും വീക്ക്നെസ് ആണ് എന്നും എപ്പോഴും ജ്വല്ലറി. ഓക്കെ, അപ്പോൾ ലിസ്ബത്ത് ഗലേറിയ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ജ്വല്ലറിയായിട്ടാണ്. ജ്വല്ലറിയാണ് നമ്മുടെ പ്രോഡക്റ്റ്. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും, അല്ലാത്തുള്ളതുകൊണ്ട്. അപ്പോൾ പല ടൈപ്പ് ഓഫ് ജ്വല്ലറിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഗോൾഡ് പ്ലേറ്റഡ് ഉണ്ട്, ജർമ്മൻ സിൽവർ ഉണ്ട്. അങ്ങനെ എല്ലാ റേറ്റിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ളതും റേറ്റ് കൂടിയതും പാർട്ടി വെയർ അങ്ങനെ മിക്സഡ് ടൈപ്പ് ഓഫ് ജ്വല്ലറി ആയിട്ടാണ് നമ്മൾ ഇത്ര നാളുമായിട്ട് നമ്മുടെ ജൈത്രയാത്ര നടത്തുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും നമുക്ക് പ്രയേഴ്സും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ പേജ് ഉണ്ട്, ലിസ്ബത്ത് ഗലേറിയ എന്നാണ്. തന്നിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് ലിങ്ക് നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമ്മുടെ കുക്ക് മെയ്ഡിൻ്റെ റെഡി ടു കുക്ക് ഫ്രഷ് ഗ്രേവീസ് ആണ് വരുന്നത്. ആക്ച്വലി നമുക്കൊരു കറി വീട്ടിൽ ഏറ്റവും ടൈം കുറവിൽ നമുക്ക് മേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് ഒരു ഫിഷ് കോക്കനട്ട് കറി അല്ലെങ്കിൽ റോഗൻ ജോഷ്, മാംഗ്ലൂർ ഗീ റോസ്റ്റ്, ഇതെല്ലാം നമുക്കൊരു ചിക്കൻ കുക്കാവുന്ന ഒരു ടൈമിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 23 വെറൈറ്റീസ് ഗ്രേവീസ് വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് 3 ബിരിയാണീസ് ലൈക്ക് ദിന്ദുഗൾ ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി, മലബാർ ബിരിയാണി. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫുള്ളി പ്രിപ്പയർഡ് ഫ്രഷ് ഗ്രേവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്.
നമ്മുടെ കമ്പനി വരുന്നത് കളമശ്ശേരിയാണ്, യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ സ്റ്റോറിൻ്റെ പേര് പേർലൂംസ് ഡെക്കോർ എന്നാണ്. നമ്മുടെ കയ്യിൽ പ്രീമിയം റേഞ്ചിലുള്ള പ്രോഡക്ട്സും ഉണ്ട്, അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സും ഉണ്ട്. പ്രീമിയം റേഞ്ചിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തത്, കമ്പ്യൂട്ടർ മെഷീൻ എംബ്രോയിഡറി ചെയ്തത്, അതുപോലെ ആപ്ലിക് വർക്കിൻ്റെ ഷീറ്റ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ പാച്ച് വർക്ക് ചെയ്ത ഷീറ്റ്സാണ്. ഇതൊക്കെ ലേസ് ഡീറ്റെയിലിംഗ് ചെയ്തിരിക്കുന്ന ഷീറ്റ്സാണ്. ഇതൊക്കെ ഹാൻഡ് എംബ്രോയിഡറി ഷീറ്റ്സാണ്. ഇത് ക്രോഷേ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്ന ഹാൻഡ് ടവൽസ് ആണ്. ഹക്കോബ പാച്ച് വർക്ക് ചെയ്ത ബെഡ്ഷീറ്റ്സ് ഉണ്ട്. അതുപോലെ റണ്ണേഴ്സ് ഉണ്ട്. ഇതൊക്കെ റണ്ണേഴ്സാണ്, ലേസ് ഫാബ്രിക്കിലുള്ള റണ്ണേഴ്സ്. അതുപോലെ ഹക്കോബ പാച്ച് വർക്ക് ചെയ്ത ബെഡ്ഷീറ്റ്സ്, സോഫ ബാക്ക് ഉണ്ട്. അതുപോലെ ടേബിൾ ക്ലോത്ത്, ടീപോയ് കവേഴ്സ്, കുഷൻ കവേഴ്സ് ഉണ്ട്. നമുക്ക് ഇതിനൊരു സെയിൽ പോയിന്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ഓൺലൈനാണോ അല്ലെങ്കിൽ ഷോപ്പിലാണോ? നമുക്ക് ഓൺലൈൻ സെയിലും ഉണ്ട്, അതുപോലെ നമുക്ക് ഷോപ്പുണ്ട് അങ്കമാലി. അങ്കമാലി എവിടെയായിട്ടാണ്? അങ്കമാലി ആലുവ റോഡിൽ ചുങ്കർ ജ്വല്ലറിയുടെ അടുത്തായിട്ടാണ്. ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത ടിഷ്യൂ ബോക്സ് കവേഴ്സ്, ക്രോസ് സ്റ്റിച്ച് വർക്ക് ചെയ്ത കുഷൻ കവേഴ്സ് ഒക്കെ ഉണ്ട്. അതും തുറക്കും. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണമാണ്. എൻ്റെ പേര് ജെഫിൻ. ഞാൻ അങ്കമാലിക്കാരനാണ്. ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് സ്വന്തമായിട്ട് കുടകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 13 കൊല്ലമായിട്ട് നമ്മൾ കുടകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്നാണ് സ്വന്തമായിട്ട് ഞാൻ ചെയ്യുന്നത്. 3 ഫോൾഡ് കാലംകുട, പിള്ളേർക്കുട, തൊപ്പിക്കുട എല്ലാം ഉണ്ട്. കാലംകുട ഫാമിലി സൈസ് ഉണ്ട്, 3 പേർക്കൊക്കെ ചൂടാൻ പറ്റുന്ന മോഡലൊക്കെ ഉണ്ട്. എങ്ങനെയാണ് പ്രൈസ് റേഞ്ച് ഒക്കെ വരുന്നത്? എങ്ങനെ ഇത് വരുന്നത് 800 ഫൈബറിൻ്റെ മെറ്റീരിയലാണ്, ഗോൾഡ് ഫംബറിലാണത്. പിന്നെ 650 ഉണ്ട്. ന്യൂസ് പേപ്പറൊക്കെ വന്നത്, ന്യൂസ് പ്രിൻറ്റ് വന്നത്, മറ്റേ മരക്കാല് വന്നത്. പിന്നെ ഗ്ലാസ് ടൈപ്പ് കാല് വന്ന മോഡലുണ്ട്. ഇത് 750 രൂപ. പിന്നെ പിള്ളേരക്കട ഉണ്ട്. പിന്നെ നമുക്ക് ലേഡീസ് ടൈപ്പ് മറ്റേ 3 ഫോൾഡ് കൂടെ ഉണ്ട്. എല്ലാ ഡിസൈൻസുകളും ഉണ്ട്. പ്ലെയിൻ ഉണ്ട്, ഡിസൈൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. പിന്നെ ടോയ് കൂടെ ഉണ്ട്. 1 വയസ്സ് തുടങ്ങിയ മേലോട്ടുള്ള പിള്ളേർക്ക് പറ്റിയ 4 വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ്. ഇത് നമ്മുടെ തൊപ്പിക്കോടയാണ്. തൊപ്പിക്കോടയ്ക്ക് അത്യാവശ്യം ഇപ്പോൾ നല്ല ഡിമാൻഡൊക്കെ ഉണ്ട്. ഈ പറമ്പിലൊക്കെ ഇറങ്ങുന്നവർക്കൊക്കെ. ഇതെല്ലാ കളേഴ്സും? എല്ലാ കളറുണ്ട്, 6 കളറുണ്ട്. മൊത്തം 6 കളറാണ് വരുന്നത്. 6 കളർ വരുന്നില്ല. നമസ്കാരം, എൻ്റെ പേര് മായേശ്വരി എന്നാണ്. എൻ്റെ ബ്രാൻഡിൻ്റെ പേര് അവന്തിക ഡിസൈൻസ്. ഞാൻ 2017 എൻ്റെ ഈ ചെറിയ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിയിരുന്ന എനിക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആശയം തോന്നി. അങ്ങനെ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പഠിക്കാതെ തന്നെ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയ ആളാണ്. ഇപ്പോൾ ഓൺലൈനായിട്ടാണ് സെയിൽ നടക്കുന്നത്. കഴിഞ്ഞൊരു 7 വർഷമായിട്ട് ഞങ്ങൾക്ക് ഓൺലൈൻ സെയിൽസ് ഉണ്ട്. ഞങ്ങൾ മെയിൻലി വുമൻസ് വെയർ ആണ് ഡീൽ ചെയ്യുന്നത്. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ ബേസിക് ഡിസൈൻസിലുള്ള കുർത്തീസ്, അല്ലാതെ ഫ്രോക്ക് മോഡലുള്ള കുർത്തീസ്, കോഡ് സെറ്റ്സ്, ഇതൊക്കെയാണ് ഇപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങൾ കൂടുതലും ചെയ്യുന്നത് ഞങ്ങളുടെ ഇൻഹൗസ് പ്രൊഡക്ഷനായിട്ടുള്ള കുർത്തീസാണ്. അല്ലാതെ റീസെയിൽ ചെയ്യുന്ന പ്രൊഡക്ഷനും ഉണ്ട്. മെയിൻലി കോട്ടൺ കുർത്തീസാണ് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ റയോൺ, കോട്ടൺ ഫ്ലെക്സ്, ജോർജറ്റ്, ഡിസൈനർ കുർത്തീസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പ്രീ ബുക്കിംഗ് പ്രോഡക്ട്സും ഡിസൈനർ വെയേഴ്സും ബ്രൈഡൽ വർക്ക്സും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലേതെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ത്രൂ ബന്ധപ്പെട്ടാൽ മതിയായിരിക്കും. ഞങ്ങൾ പാലക്കാരാണ്. ഞങ്ങളുടെ കമ്പനി ഒരു ചിക്കൻ മസാല കമ്പനിയാണ്, എൻഡ്യൂ ഫുഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചിക്കൻ മസാല ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പം വേറെ ഒരു ആർട്ടിഫിഷ്യൽ ഇതും ചേർക്കാതെ പ്യുവറായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറെടുക്കുന്ന ഒരു മസാലയാണ്. അപ്പോൾ ഇതിന് ഉപ്പ് പോലും ചേർക്കണ്ട.
ഇത് ഈ മസാല മാത്രം 1 കിലോ ചിക്കന് 70 ഗ്രാമാണ്. ഇപ്പോൾ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 70 ഗ്രാമാണ്. അപ്പോൾ അത് 1 കിലോ ചിക്കനിൽ പുരട്ടി ഒരു 15 to 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എണ്ണയ്ക്കകത്തോ അല്ലെങ്കിൽ എയർ ഫ്രയറിനകത്തോ വറുത്തെടുക്കാം. ഭയങ്കര എളുപ്പമാണ്, വേറെ ഒന്നും ചേർക്കണ്ട. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചിക്കന് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ പേസ്റ്റ് അതൊക്കെ ഒന്നും ചേർക്കാതെ ഈ ഒരു മസാല മാത്രം ചേർത്ത് വറുത്തെടുക്കുന്നതാണ്. എൻ്റെ പേര് ഗ്ലോറിയ എന്നാണ്. ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ നെയിം ഹോംബേ. ഞാനും ഹസ്ബൻഡും കൂടെ സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡാണ്. മെയിൻലി വരുന്നത് ഹോം മെയ്ഡ് പ്രോഡക്റ്റ്സ് ആണ്. ഞങ്ങൾ വീട്ടിൽ തന്നെ എല്ലാം ചെയ്യുന്നതാണ്. പിന്നെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓയിലൊന്നും റീയൂസ് ചെയ്യുന്നില്ല. അതാണ് പ്രോഡക്ട്സിൻ്റെ ഹൈലൈറ്റ്. ഞങ്ങൾക്ക് ഒരു ഫിസിക്കൽ സ്റ്റോറുണ്ട്. സ്റ്റോർ കാക്കനാടാണ്. പിന്നെ മെയിൻലി വരുന്നത് ബനാന ചിപ്സാണ്. ബനാന ചിപ്സ് തന്നെ പെരി പെരി ഫ്ലേവറിലും ഉണ്ട്. പിന്നെ ഉള്ളത് പൊട്ടാറ്റോ, ബിറ്റർകോഡ്, പാവയ്ക്ക ചിപ്സ്, പിന്നെ ബട്ടർ മുറുക്ക് അങ്ങനെയുള്ള പ്രോഡക്ട്സാണ്. പിന്നെ അരിയുണ്ട, അവലോസുണ്ട അങ്ങനത്തെ പ്രോഡക്ട്സൊക്കെയാണ്. ഇത് സിറപ്സാണ്. ഇത് ആക്ച്വലി നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ്. ഇതും ഹോം മെയ്ഡ് തന്നെയാണ്. ഹായ്, എൻ്റെ പേര് അലക്സ്. ഇത് ഞങ്ങളുടെ ഫാമിലി വെഞ്ചറാണ് ലൈസാക്ക് ഓർഗാനിക്സ്. അപ്പോൾ നമ്മൾ തന്നെ സോഴ്സ് ചെയ്തെടുക്കുന്ന നമ്മുടെ ഹണി പ്രോഡക്റ്റ്സ് ആണ്. നമ്മൾ മൾട്ടി ഫ്ലോറൽ ഹണിയാണ് എടുക്കുന്നത്. ആ ഹണിയിലേക്ക് നമ്മൾ മാരൻ എന്ന് പറയുന്നൊരു നാടൻ പച്ച ഇഞ്ചി ക്രഷ് ചെയ്ത് ഒരു 4 മാസം വെച്ച് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ ഒരു ജിഞ്ചർ ഹണി. അതുപോലെ തന്നെ പ്രതിഭ എന്ന് പറയുന്ന മഞ്ഞൾ ഇനത്തിൽ നിന്നും അത് ക്രഷ് ചെയ്ത് വെച്ച് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ ഒരു ടർമറിക് ഹണി. ഇത് രണ്ടും പച്ച ഇഞ്ചിയും പച്ച മഞ്ഞളുമാണ്. പൊടികൾ അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റുകൾ അല്ല, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ ഇത് ബേസിക്കലി നമ്മളുടെ ഈ ഒരു മഴക്കാലത്തെ കൂടുതലുള്ള സീസണൽ ചേഞ്ചസ്, ചുമ, കഫക്കെട്ട് കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ്. ടർമറിക് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടും സ്കിൻ കെയറിന്, സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. നമ്മൾ ജിഞ്ചർ ഹണിയും ടർമറിക് ഹണിയും 250 ഗ്രാംസിൻ്റെ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഓൺലൈൻ അവൈലബിൾ ആണ്. നമ്മളുടെ പ്രോഡക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൊറിയർ ചെയ്ത് കൊടുക്കും. ഹോം ഡെലിവറി ഉണ്ടായിരിക്കും. ഏതെങ്കിലും 2 പീസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഫ്രീ ഹോം ഡെലിവറിയാണ് പൊതുവെ കൊടുക്കുന്നത്. ട്രിവാൻഡ്രത്ത് ഉൾപ്പെടെ നമ്മളുടെ സ്റ്റോറുകളിൽ ഇത് അവൈലബിൾ ആണ്. ഏകദേശം 2 years ആയിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹണിയുടെ മറ്റൊരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് 1 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഹണിയാണ്. പ്രത്യേകിച്ച് ഈ ജിഞ്ചറും ടർമറിക്കും ഒക്കെ അവരുടെ ഒരു ഇമ്മ്യൂണിറ്റിക്കും അവർക്ക് ഈ ഒരു പ്രിവെൻറ്റീവ് കെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വളരെ സേഫായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. എൻ്റെ പേര് സോഫിയ TP. ഞാനൊരു റിട്ടയേർഡ് സാന്റാക്രൂസ് HSH ഫോർട്ട് കൊച്ചിയിലെ ഹെഡ് മിസ്ട്രസ്സാണ്. എൻ്റെ റിട്ടയേർഡ് ലൈഫ് ഞാൻ ഇതുപോലെ സ്റ്റിച്ചിങ് ഐറ്റംസ് ആണ് എനിക്കുള്ളത്. പ്രോഡക്ട്സ് ഇതൊരു ഹോബോ ബാഗ്, എത്ര വേണമെങ്കിലും നമ്മൾക്ക് കൊണ്ടുപോകാം. ഇതിൽ കോട്ടൺ ആണ്. ഞാൻ കൂടുതലും കോട്ടൺസാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് കുട്ടികൾക്ക് വല്ല ലഞ്ച് ബോക്സ് ഒക്കെ ആയിട്ട് ജീൻസിൻ്റെ ബാഗാണ്. ഇത് പ്ലാസ്റ്റിക് ബാഗ് ഡിസ്പെൻസർ എന്ന് പറയും. അപ്പം ഞാൻ കിച്ചണിൽ അതൊരു അറേഞ്ച്ഡായിട്ട് നിൽക്കാനായിട്ട്, തൂക്കിയിടാനായിട്ട് ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സ് നമ്മൾ ക്ലോത്ത് വേസ്റ്റ് ചെയ്യാതെ അതിനെ ഡിസൈൻ ആക്കിയിട്ട് ഇതിൽ കൂടെ ഇട്ടാൽ താഴെ കൂടെ നമുക്ക് വലിച്ചെടുക്കാം. ഡിസ്പെൻസർ, പ്ലാസ്റ്റിക് ബാഗ് ഡിസ്പെൻസർ. പിന്നെ ഇതുപോലുള്ള ഹാൻഡ് കർച്ചീഫ്സ്, അത് കോട്ടൺ, എൻ്റെ പാസ്റ്റ് ടൈമിൽ തന്നെ ഞാൻ തയ്ച്ചെടുക്കുന്നതാണ് ഇവയൊക്കെ. പിന്നെ സ്മോൾ പേഴ്സസ്, ഷോപ്പിംഗ് ബാഗ്സ്, കൊച്ചു കൊച്ചു ബാഗ്സ്, ഒരു മൊബൈൽ, ഒരു കൊട ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ലാപ്ടോപ്പ് ബാഗ്സ്, കുട്ടികൾക്ക് വേണ്ട കൊച്ചു ഫണ്ണി ബാഗ്സ്, ഇതൊക്കെയാണ് എൻ്റെ പ്രോഡക്ട്സ്. ഇത് നമ്മൾ കടയിൽ പോയാൽ കിട്ടുന്ന പോളിത്തീൻ ബാഗിൻ്റെ അതേ ഷേപ്പിൽ, അതേ മോഡലിൽ നമ്മൾ കോട്ടൺ വിത്ത് ലൈനിങ് ആയിട്ട് തയ്ച്ചെടുക്കുന്നതാണ്. ഇത് ലാർജ് ക്വാണ്ടിറ്റീസിലും വേണമെങ്കിൽ തയ്ച്ചെടുക്കാം തുണി വെച്ച്. അപ്പോൾ ഇത് നമ്മുടെ എർത്തിന് ദോഷം ചെയ്യൂല. പ്ലാസ്റ്റിക്സിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ ഷഗുഫ്ത അത്തി, കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഇതെല്ലാം ടപ്പർവെയർ പ്ലാസ്റ്റിക്സ് ആണ്.
അപ്പോൾ ദീസ് ആർ സേഫ് പ്ലാസ്റ്റിക്സ് ആൻഡ് ഇത് എയർ ടൈറ്റ് ആണ്. ഫ്രിഡ്ജിൽ സേഫാണ്, എയർ ടൈറ്റ് ആയിട്ടിരിക്കും. ലിക്വിഡ് ടൈറ്റ് കണ്ടെയ്നേഴ്സും ഉണ്ട്, ഒന്നും സ്പില്ലാവില്ല. എന്ത് ലിക്വിഡ്സ് കൊണ്ടുപോയാലും സ്പില്ലാവാതെ നമുക്ക് എവിടെ വേണമെങ്കിലും ധൈര്യത്തിന് കൊണ്ടുപോകാം. പിന്നെ കിച്ചൺ കണ്ടെയ്നേഴ്സും ഒക്കെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. പിന്നെ ബോട്ടിൽസ്, ടിഫിൻ ബോക്സ്, എല്ലാ ടൈപ്പ് പ്ലാസ്റ്റിക് ബോക്സസും ഉണ്ട്. എൻ്റെ പേര് അനിത. ഞങ്ങൾ എറണാകുളം പാലാരിവട്ടം ആലിഞ്ചോട് അവിടെയാണ് താമസം. ഒരു 4 വർഷമായിട്ടാണ് ഹോം മെയ്ഡ് പ്രൊഡക്റ്റാണ് എല്ലാം. എല്ലാ തരത്തിലുള്ള അച്ചാറുകൾ, നോണും ഉണ്ട്, വെജും ഉണ്ട് അച്ചാറുകൾ. പിന്നെ മസാലകൾ, മുളക്, മല്ലി, മഞ്ഞളെല്ലാം കഴുകി ഉണക്കി പൊടിക്കുന്നതാണ്. പിന്നെ സ്ക്വാഷുകൾ, അതൊരു വെറൈറ്റിയാണ്. പിന്നെ മുറിവെണ്ണ, പിന്നെ നല്ലെണ്ണ, എള്ളാട്ടി എണ്ണകൾ, റാഗിപ്പൊടി, മില്ലറ്റ് പൊടികൾ, അതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. 4 വർഷമായിട്ടുണ്ട് ഇത്. എൻ്റെ പേര് ഫിലിപ്പ് കുരുള എന്നാണ്. ഇത് നിങ്ങളുടെ ഹാൻഡ് മെയ്ഡ് സോപ്പുകളാണ്. ഓക്കെ ഓക്കെ. നമുക്കിപ്പോൾ എത്ര വെറൈറ്റീസ് ഉണ്ട്? ഇത് 13 ഐറ്റം ഉണ്ട്. 13 വെറൈറ്റീസ് ഉണ്ട് അല്ലേ? അലോവേര, സഫ്രോൺ, എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാം ഉണ്ട്. സാറിൻ്റെ സ്ഥലം എവിടെയാണ് വരുന്നത്? മുളന്തുരുത്തി. മുളന്തുരുത്തി. എത്ര വർഷമായി ഈ ബിസിനസ് സ്റ്റാർട്ട്? 6 മാസമായിട്ടുള്ളൂ. 6 മാസമായിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ഈ അടുത്ത് നിൽക്കുന്ന ചേച്ചി ആരാണ്? എൻ്റെ ഭാര്യയാണ്. ഭാര്യയാണ്. ആണോ? ഉഷാറാണ്. ഫാമിലി ബിസിനസ്സാണ്. ഫാമിലി ബിസിനസ്സാണ്. റിട്ടയർമെന്റ് ലൈഫ് തകർക്കണം നിങ്ങൾ. റിട്ടയർമെന്റ് ലൈഫ് ആഘോഷിക്കാനുള്ള പരിപാടിയാണ്. അത്ര ഓക്കെ. ഞങ്ങളിപ്പോൾ ഷാമ്പു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്ത് ഷാമ്പു ആണ് സാറേ? ഇത് അലോവേറ, നീം, ചെമ്പരത്തി, പിന്നെ പല ഷേപ്പുള്ള സോപ്പുകളുണ്ട്. ഡിസൈൻ സോപ്പുകളൊക്കെ ഉണ്ടല്ലേ? ഈ ഡിസൈൻ സോപ്പിന്റെ തന്നെയാണ് ഈ കവറിൽ ഇട്ടിരിക്കുന്നത്. ശരി. കാണിക്കാൻ വേണ്ടി. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് പ്രൈസ് ഒക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണേ? പ്രൈസ് 70 രൂപയാണ് 100 ഗ്രാമിൻ്റെന്. 80 രൂപ. ഇത് ബ്യൂട്ടി സോപ്പാണ്. ഇത് 80 രൂപയാണ് 100 ഗ്രാമിൻ്റെന്. പിന്നെ അത് കുറഞ്ഞുണ്ട്, 50 ഗ്രാമുണ്ട്, 70 ഗ്രാമുണ്ട്. അതിനൊക്കെ വില കുറവായിരിക്കും. പിന്നെ പിള്ളേർക്ക് വേണ്ടി പല ആനിമലിൻ്റെ ഷേപ്പിൽ കുട്ടി സോപ്പുകൾ ഒന്നെടുത്ത് പുറത്തേക്ക് കാണിക്കാൻ പറ്റുമോ സാറേ? അതിൻ്റെ മണം പോകും, അതുകൊണ്ടാണ് മണം കുറവ്. അല്ല, എന്നാലും ജസ്റ്റ് ആ ഡിസൈൻ ഒന്ന് കാണാനേ. ഇത് പൂച്ച, മുയൽ, പ്രാവ്, അങ്ങനെ കുട്ടികൾക്കുള്ള സോപ്പാണ്. ഇതിനകത്തൊരു റബ്ബറുണ്ട്. ഇത് തേച്ച് കഴിഞ്ഞ് റബ്ബർ. അടിപൊളി, കൊള്ളാം. എന്തായാലും ഇതിപ്പോൾ ഇത് മുയലിൻ്റെ ഉണ്ട്, പൂച്ചയുടെ ഉണ്ട്, പട്ടിയുടെ ഉണ്ട്. അങ്ങനെ പല ഷേപ്പിൽ കൊച്ചു പിള്ളേർക്ക് വേണ്ടിയാണ് അത്. ശംഖുപുഷ്പമാണ്, സാഫ്രോണ്, റോസ്, ഓറഞ്ച്, ലൈം, പപ്പായ, ക്യാരറ്റ്, ബീട്രൂട്ട്, മഞ്ഞൾ, ചെമ്പരത്തി, നീം, തുളസി, അലോവേര. ബിസിനസ് ഉഷാറായിട്ട് നടക്കട്ടെ. ഓക്കെ. എൻ്റെ പേര് ബീന. ഞാൻ ആണ് ഫൗണ്ടർ ഓഫ് ലൂഷോ ലൗഞ്ച് ബൈ ബി. സോ അതാണ് എൻ്റെ നെയിൽ ആൻഡ് ലാഷ് സ്റ്റുഡിയോൻ്റെ പേര്. ആൻഡ് വി ആർ ഇൻ കടവന്ത്ര, ജവഹർ നഗർ. ആൻഡ് ഒരു എക്സ്ക്ലൂസീവ് നെയിൽ ആൻഡ് ലാഷ് സ്റ്റുഡിയോ ആൻഡ് ഓൾസോ വി ഹാവ് എൻ അക്കാഡമി. സോ അവിടെ നമ്മൾ ട്രെയിനിങ്ങും കൊടുക്കും നെയിൽ ടെക്നീഷ്യൻസിനും അതുപോലെ തന്നെ ലാഷ് ടെക്നീഷ്യൻസിനും. സോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് നെയിൽ ആൻഡ് ലാഷ് സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി കൊച്ചിയിൽ വരുന്നത്. ഐ തിങ്ക് കേരളയിലും അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി ഇല്ല. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. ആൻഡ് സെക്കൻഡ് വൺ ലുലു മോളിൽ വേഗം തന്നെ വരും. ഹോപ്പ്ഫുള്ളി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കുറേ കൂടി പ്രൊഫഷണൽസ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക്, നെയിൽ ഇൻഡസ്ട്രിയിലേക്കും ലാഷ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കാഡമി തുടങ്ങിയത്. സോ ഒരുപാട് യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. സോ ഈ ഒരു ഇൻഡസ്ട്രി കേരളത്തിൽ ഇപ്പോൾ ബൂമിംഗ് ആണ്. ആൻഡ് ഇനിയും അത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് നമ്മളുടെ എയിം. that more and more professionals should come and the industry should grow. സോ നമ്മളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് നമ്മളുടെ ടെക്നീക്സ്, നമ്മളുടെ ട്രെയിൻഡ് ടെക്നീഷ്യൻസ് ആണ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ജനറലി ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നെയിൽസ്, നമ്മളുടെ നാച്ചുറൽ നെയിൽസ് ചീത്തയാവും എന്നുള്ളത്. പക്ഷേ അത് നല്ല രീതിയിൽ ചെയ്ത് ടെക്നീഷ്യൻസ് ട്രെയിൻഡ് ആണെങ്കിൽ നമുക്ക് എല്ലാ മാസവും ചെയ്യിപ്പിക്കാം, ഒരു പ്രശ്നമില്ലാതെ. സോ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഹൈജീനിക് സ്റ്റാൻഡേർഡ്സിൽ അങ്ങനെ ഒരു രീതിയിൽ ഒരു സ്റ്റുഡിയോ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മളുടെ എയിം. എൻ്റെ പേര് ഷീബ എന്നാണ്. എൻ്റെ ഫേമിൻ്റെ പേര്
ഷീബ കാക്റ്റി എന്നാണ്. ഞാൻ ഒരു 2 വർഷമായിട്ടുള്ള ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതിനു മുമ്പ് ഞാൻ ടോപ്പ് ഗ്രെയിൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ ലോജിസ്റ്റിക് മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അത് റിസൈൻ ചെയ്ത ശേഷമാണ് പിന്നെ എന്തെന്നുള്ളൊരു ചോദ്യം കൊണ്ടാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ഈ കാക്ടസ് സെക്കുലൻസും ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് കാക്ടസ് സെക്കുലൻറ്റ് വിത്ത് സെറാമിക് പോട്ട്. അതായത് ഇപ്പോഴത്തെ ബിസി ലൈഫിൽ എല്ലാവർക്കും സാധാ പ്ലാന്റ്സ് നോക്കാനായിട്ട് ടൈം കുറവേ കിട്ടുള്ളല്ലോ. ഇതാകുമ്പോഴത്തേക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് വെള്ളം ഒഴിച്ചാൽ മതി. മെയിൻ്റനൻസ് കുറവാണ്. നമുക്ക് ഓഫീസുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ലിവിങ് റൂമുകളിലാണെങ്കിലും ഇത് സ്റ്റൈലിഷായിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ഹൗസ് വാമിങ്ങിനോ ഏതെങ്കിലും വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ടോ അങ്ങനെ കൊടുക്കാം. ഓഫീസുകളിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഓഫീസ് ടേബിളുകളിലൊക്കെ വെക്കാനായിട്ട് ഇപ്പോഴത്തെ പുതിയ തലമുറ യൂസ് ചെയ്യുന്നതാണ്. എൻ്റെ പേര് സിൻഡ. അങ്കമാലിയിൽ മെറി കിഡ്സ് എന്ന സ്ഥാപനം നടത്തുന്നു. ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും ഐറ്റമാണ്. ന്യൂ ബോൺ ടു 10 ഇയേഴ്സ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഉടുപ്പുകളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്ന ഉടുപ്പുകളാണ്. മെറ്റേണിറ്റി ടോപ്പ്, മെറ്റേണിറ്റി നൈറ്റീസ് അതൊക്കെ നമ്മുടെ കടയിൽ അവൈലബിളാണ്. ബോയ്സിൻ്റെ ഉണ്ട്, അത് ഒരു 6 ഇയേഴ്സ് വരെ. എൻ്റെ പേര് സ്മിത മാർട്ടിൻ. ഞങ്ങൾ വരുന്നത് കണ്ണമാലിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ സംരംഭത്തിൻ്റെ പേര് പല്ലു എന്നാണ്. മെയിനായിട്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ഡിസൈനർ നൈറ്റി ആൻഡ് ഡിസൈനർ ബെഡ്ഷീറ്റാണ്. ഇപ്പം ഞങ്ങൾ 3 വർഷമായി ഞങ്ങളിത് തുടങ്ങിയിട്ട്. ഞങ്ങൾ 4 സ്ത്രീകൾ കൂടിയാണ് ഇത് ചെയ്യുന്നത്. മെയിനായിട്ട് ഞങ്ങൾ എക്സിബിഷൻസാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ പ്രോഡക്ട്സുകൾ. ഇങ്ങനെ പല പല വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റംസ് ഞങ്ങൾക്കുണ്ട്. ബെഡ്ഷീറ്റുകൾ, ഇതെല്ലാം ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഞങ്ങൾ മിക്കവാറും ഞങ്ങളുടെ തമിഴ്നാട്ടിൽ നിന്നാണ് ഞങ്ങളിതെല്ലാം കൊണ്ടുവരുന്നത്. എൻ്റെ പേര് ആലീസ്. ആലീസ്, എവിടെയാണ് സ്ഥലം? ഞാൻ ഇപ്പോൾ കാക്കനാട് നിന്ന് വരുന്നു. ആക്ച്വലി സ്പീക്കിംഗ് ഞാൻ കമ്മിങ് ഫ്രം സുൽത്താൻ ബത്തേരി, വയനാട്. ബത്തേരി, ഓ വയനാട്ടുകാരിയാണ്. അതെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ എത്ര വർഷമായി ഈ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇത് തുടങ്ങിയിട്ട് 10-25 വർഷമായി. നമ്മൾ എല്ലാം ഇങ്ങനെ കുറേശ്ശെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. മാഡത്തിന്റെ പേര്? ആലീസ്. ആലീസ്. മാഡം തന്നെ ചെയ്യുന്ന വർക്കുകളാണ് ഡിസൈനുകളൊക്കെ? മിക്കവാറും അല്ല, മോസ്റ്റ് ഓഫ് ദം. ഇതൊക്കെ സൽവാർ സെറ്റുകളാണ്. ഐ മീൻ കോട്ടണിൽ. ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തതാണ്. ഹാൻഡ് എംബ്രോയിഡറി ചെയ്തതാണ്. ഇത് കട്ട് വർക്ക് ചെയ്തതാണ്. ഇതൊക്കെ ഇതിൻ്റെ നെക്കിലൊക്കെ കട്ട് വർക്ക് ചെയ്യിച്ചിട്ട് സിൽക്കിൻ്റെ മെറ്റീരിയലാണിത്. അതിലിങ്ങനെ കട്ട് വർക്ക് ചെയ്ത് ആസ് പെർ ഓർഡർ ഓൾസോ നമ്മൾ കൊടുക്കും. പിന്നെ കട്ട് വർക്ക് ചെയ്ത സാരികൾ, കട്ട് വർക്ക് ചെയ്ത സാരികൾ ഇങ്ങനെ. ഇത് ഒരു മെറ്റീരിയൽ ജൂട്ട് ടിഷ്യൂ എന്നാണ് ഈ മെറ്റീരിയലിൻ്റെ പേര്. ഇതൊക്കെ നമ്മൾ കട്ട് വർക്ക് ചെയ്ത് അതുമല്ല അതെങ്ങനെ നമ്മുടെ അടുത്ത് പ്ലെയിനും ഉണ്ട്. പിന്നെ നമ്മൾ ആ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് വർക്ക് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്, ഹാൻഡ് എംബ്രോയിഡറി. പിന്നെ ദിസ് ഈസ് വൺ റിബൺ വർക്ക്. ഇത് വേറൊരു വർക്കാണ്, റിബൺ വർക്ക്. അതും ഞാൻ സ്വന്തം ചെയ്യുന്നുണ്ട്, റിബൺ വർക്ക്. പിന്നെ ഇതും അതെ, ഹാൻഡ് എംബ്രോയിഡറി. പിന്നെ അത് ഇങ്ങനെ ചെറിയ ചെറിയ പൗച്ചസ്, അത് ഞാൻ സ്വന്തം ചെയ്യുന്നതാണ്. ചെറിയ ചെറിയ പൗച്ചുകൾ പല ഡിസൈനിൽ ഇങ്ങനെ ചെയ്തു വെക്കും. ഇതെല്ലാം ജപ്പാൻ കോട്ടൻ്റെ തുണിയാണ്. ഇത് മെഷീൻ വാഷബിളാണ്. ഇതെല്ലാം ഞാൻ വാഷ് ചെയ്തിട്ടാണ് തയ്ക്കുന്നത്. ഇത് ഫുള്ള് ആപ്ലിക് വർക്ക് ചെയ്തത്. നമ്മൾ SQ കൺസ്ട്രക്ഷൻ കെമിക്കൽസ് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കെമിക്കൽസ് പ്രോഡക്ട്സുകൾ മാനുഫാക്ചർ ചെയ്തൊരു ഫാമാണ്. നമ്മൾ എറണാകുളം പാടിവട്ടത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത്. നമുക്ക് കൺസ്ട്രക്ഷൻ കെമിക്കൽസ് പ്രോഡക്ട്സുകളാണ് കൂടുതലായിട്ടുള്ളത്. പെയിൻറ്റ്, പ്രൈമർ, വാട്ടർ പ്രൂഫിംഗ് പ്രോഡക്ട്സുകളെല്ലാം. ഇപ്പം നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പ്രോഡക്ട്സാണ് ടൈൽ ക്ലീനർ, ഗ്ലാസ് ക്ലീനർ, ടാപ്പ് ക്ലീനർ.
ടാപ്പ് ക്ലീൻ എന്ന ഹാൻഡ് റെയിൽസ് അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള പ്രോഡക്ട്സുകളെല്ലാം സിങ്ക് അതെല്ലാം ക്ലീൻ ചെയ്യുന്ന പ്രോഡക്ട്സാണിത്. ഈ പ്രോഡക്ട്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ. നമ്മുടെ പുതിയ ക്ലീനിങ് പ്രോഡക്ട്സ് ഈ 3 പ്രോഡക്ട്സാണുള്ളത്. ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ബ്രാൻഡ് അവയർനെസ് ഉണ്ടാകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇന്നിവിടെ എലിസബത്ത് ഗാലറിയ സംഘടിപ്പിച്ച എക്സിബിഷനിൽ പങ്കെടുത്തിരിക്കുന്നത്. അപ്പോൾ പുതിയ 3 പ്രോഡക്ട്സുകളുണ്ട്. ആ 3 പ്രോഡക്ട്സുകളാണ് നമ്മൾ ഇന്നിവിടെ സെയിലിൽ വെച്ചേക്കുന്നത്. കൂടാതെ നമുക്ക് കൺസ്ട്രക്ഷൻ പ്രോഡക്ട്സുകൾ, കെമിക്കൽ പ്രോഡക്ട്സുകളും വേറെ എക്സ്ക്യൂ കെമിക്കൽസിലുണ്ട്, ധാരാളമുണ്ട്. അപ്പോൾ നമ്മുടെ എക്സിബിഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലകളിൽ നിന്നും ഉള്ളവരാണ്, അവരവരുടെ പ്രൊഡക്ട്സുമായിട്ട് വന്നേക്കുന്നവരാണ്. അത് പ്രൊഡക്ട്സും ഉണ്ട്, സർവീസും ഉണ്ട്. നമുക്ക് അതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് ഉണ്ട്, ബെഡ്ഷീറ്റ്സ് ഉണ്ട്, ഫുഡ് വെയർസ് ഉണ്ട്, ഫുഡ് ഉണ്ട്, അതിനകത്ത് പാക്ഡ് ഉണ്ട്, അൺപാക്ഡ് ഉണ്ട്, ജ്വല്ലറി ഉണ്ട്, ഹോം ലിനൻ, അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കിഡ് സ്റ്റേഷനറി ഉണ്ട്, നമുക്ക് പ്രത്യേക നെയിൽ ആർട്ട്, അങ്ങനെ പല നമുക്ക് ഒരു ഫാമിലിക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഒരു കുടക്കീഴിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഏതൊരു എക്സിബിഷൻ്റെയും പ്രത്യേകത. നമ്മുടെ എക്സിബിഷനിൽ അത് പ്രത്യേകിച്ച് എടുത്തു പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വീട്ടിലിരുന്ന് സംരംഭം ചെയ്യുന്നവർക്ക് സ്റ്റോൾ എടുക്കേണ്ടതായിട്ട് താല്പര്യമുണ്ടെങ്കിലോ ആഗ്രഹമുണ്ടെങ്കിലോ തന്നിരിക്കുന്ന നമ്പറിൽ ദയവായി കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. വരുന്ന ഓഗസ്റ്റ് 16, 17 തീയതികളിൽ എലിസബത്ത് ഗാലറി ഓർഗനൈസ് ചെയ്യുന്ന പൊന്നോണം 2.0 എന്നുള്ള എക്സിബിഷൻ ഓബ്രോൺ മാളിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സ്റ്റോളുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ദയവായി കോൺടാക്ട് ചെയ്യുക. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും.